ആഗസ്റ്റ് മാസത്തിലെ റിപ്പോർട്ടിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു, കേരളമേ നിങ്ങൾ സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇനി ലോകാവസാനം വരെ ദുരന്തങ്ങളായിരിക്കും. സത്യം പറഞ്ഞാൽ 12% പോലും ഫോറസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. കയ്യേറി നമ്മൾ തീർത്തിരിക്കുകയാണ്. ഈ സഹ്യപർവ്വതം സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ കർണാടക, മഹാരാഷ്ട്രയൊക്കെ വെള്ളത്തിലാവും. മാധവ് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് പൂഴ്ത്താനായിട്ട് എന്ത് ചെയ്തു? നമ്മൾ കസ്തൂരി രംഗൻ റിപ്പോർട്ട് കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ എക്കണോമിക് സോൺ 142 താലൂക്കുകളുടെ പിന്നെ ടൗൺഷിപ്പ് ആക്കരുത്, ഹിൽ സ്റ്റേഷൻ ആക്കരുത്, മൈനിങ് നടത്തരുത് എന്ന് പറഞ്ഞത് അവിടെ നമ്മൾ കവർ ചെയ്തു. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. 2018 കേരളത്തിലുണ്ടായ പ്രളയം അത് 483 പേരുടെ ജീവനാണ് കവർന്നത്. എത്രയോ ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതം വഴിമുട്ടിപ്പോയ പ്രളയം. കോടാനുകോടി രൂപയുടെ കൃഷിയിടങ്ങൾ നശിച്ചുപോയി. ഒട്ടേറെ കന്നുകാലികൾ ചത്തൊടുങ്ങി. അത്തരത്തിൽ കേരളത്തിന് തീരാവേദന സമ്മാനിച്ച പ്രളയം. അതോടുകൂടി നമുക്ക് മിന്നൽ പ്രളയവും അതുപോലെ തന്നെ മേഘവിസ്ഫോടനവും എല്ലാം തന്നെ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളായി നിലനിൽക്കുകയാണ്, പ്രതിഭാസങ്ങളായി തുടരുകയാണ്. വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള മിന്നൽ പ്രളയങ്ങളും ഉരുൾപൊട്ടലും ഒക്കെ തന്നെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു തുടർ സംഭവങ്ങളായി മാറുമോ? ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കേരളത്തിൽ ഇനിയും പെയ്തിറങ്ങുമോ? ഇപ്പോഴത്തെ മിന്നൽ പ്രളയത്തിൻ്റെയും ഉരുൾപൊട്ടലിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും ഒക്കെ തന്നെ പശ്ചാത്തലത്തിൽ നമുക്ക് പരിശോധിക്കാം. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ, സാമൂഹ്യ നിരീക്ഷകനുമൊക്കെയായ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. കേരളത്തിൽ നമുക്കറിയാം, കാലാവസ്ഥ ആഗോളമായി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രതിഫലനം വലിയ രീതിയിൽ നമുക്ക് അത് ഏറ്റുവാങ്ങേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആഘാതങ്ങൾ നന്നായി പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇത്തരത്തിലുള്ള ക്ലൗഡ് ബേസ്റ്റിങ്ങിൻ്റെ രൂപത്തിലാണെങ്കിൽ തന്നെയും, ഉരുൾപൊട്ടലിൻ്റെ രൂപത്തിലാണെങ്കിൽ തന്നെയും, മിന്നൽ പ്രളയത്തിൻ്റെ രൂപത്തിലാണെങ്കിൽ തന്നെയും നമുക്ക് വലിയ നാശനഷ്ടങ്ങൾ അത് വലിയ രീതിയിൽ വേദനിപ്പിക്കുന്ന തരത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് നമ്മുടെ തന്നെ, അതായത് മനുഷ്യൻ്റെ തന്നെ ചെയ്തികളുടെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പരിസ്ഥിതി ശാസ്ത്രജ്ഞർ പണ്ടേ പറയുന്നുണ്ട്. വലിയ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനുശേഷവും ഇത് സംഭവിക്കുന്നു. ചിലരെയൊക്കെ തന്നെ നമ്മൾ ആ മുന്നറിയിപ്പ് നൽകിയതിൻ്റെ പേരിൽ കൊല്ലാക്കൊല ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോഴും ഇനിയിപ്പോൾ ഈ പ്രളയത്തിന് ശേഷവും ഇവിടെ ഇരുന്ന് ഞാൻ പറയുകയാണ്, നമ്മൾ പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന രീതിയിൽ ജീവിക്കണം, ഇത്തരത്തിൽ ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് നേരെയും ആക്രമണം ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. പക്ഷേ ഇപ്പോഴും ഇത് വന്നുകൊണ്ടിരിക്കുന്നു, ഈ ദുരന്തം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ച് എന്താണ് അങ്ങയുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ? എനിക്ക് ആദ്യമായിട്ടും അവസാനമായിട്ടും പറയാനുള്ളത്, പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്. നമ്മുടെ അമ്മ നമ്മളെ ഉദരത്തിൽ എങ്ങനെ കൊണ്ടു നടന്നു, അത് കഴിഞ്ഞിട്ട് എങ്ങനെ നമ്മളെ സംരക്ഷിച്ച് ഇരു കരങ്ങളും കൊണ്ട് നമ്മളെ വളർത്തി, അതുപോലെ നമ്മളെ വളർത്തുന്ന രണ്ടാം അമ്മയാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ അമ്മയെ സംരക്ഷിക്കുന്ന അമ്മ എന്ന് പറയുന്നത് ഈ പ്രകൃതിയാണ്. ഈ പ്രകൃതിയിൽ ഏത് പ്രതിഭാസത്തിനും ഒരു തിരിച്ചടിയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രകൃതി അങ്ങനെയാണ് ഇതിനെ നമ്മളെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. ഞാനും ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് സസ്യങ്ങൾ ഏറ്റെടുക്കുകയും ഓക്സിജൻ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നൽകുകയും ചെയ്യുകയാണ്. വീണ്ടും നമ്മൾ അതിനെ കാർബൺ ഡൈ ഓക്സൈഡായിട്ട് വിടുന്നു. സസ്യങ്ങൾ ഏറ്റെടുക്കുന്നു. സസ്യങ്ങൾക്ക് ഓക്സിജനാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്. അവരുടെ പുറത്ത് കളയുന്ന കാർബൺ ഡൈ ഓക്സൈഡായ ഓക്സിജനാണ് നമ്മുടെ ഓക്സിജനായിട്ട് വരുന്നത്. അപ്പോൾ പ്രകൃതി എന്ത് ബാലൻസ്ഡ് ആയിട്ടാണ് ഇത് കൊണ്ടുവരിക്കുന്നത്. ഇവിടെ ഞാനൊരു തീപ്പെട്ടി കൊള്ളി വരയ്ക്കുന്നു. അവിടെ ഉണ്ടാകുന്ന ആ അഗ്നി ഇവിടുത്തെ വായുവിനെ ചൂട് പിടിപ്പിക്കുന്നു. അപ്പോൾ തന്നെ തണുത്ത കാറ്റ് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഇവിടെ വന്നത് കവർ ചെയ്യുന്നു. ഇതൊക്കെ വെറും ബേസിക് സയൻസുകളാണ്. ഇതുപോലും നമ്മുടെ ആൾക്കാർ പഠിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രകൃതി പുല്ലാണ് എന്ന് പറയുന്നത്. പ്രകൃതി പുല്ലാണെന്ന് വിചാരിക്കുന്നവനെ പ്രകൃതി പുല്ലാക്കി ഭസ്മമാക്കി കളയും. അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞതായിട്ട് കണക്കാക്കേണ്ട. മാധവ് ഗാഡ്ഗിൽ എന്ന പ്രകൃതിയുടെ മുത്തച്ഛൻ 1000 വട്ടം പറഞ്ഞതാണ് കേരളത്തിൽ വന്ന് പറഞ്ഞതാണ്. അദ്ദേഹം മരിച്ചിട്ട് 1 വർഷത്തോളം ആകുന്നതേ ആയില്ല. അതിന് മുമ്പായിട്ടാണ്, ഏതാനും മാസങ്ങളേ ആയുള്ളൂ അദ്ദേഹം മരിച്ചിട്ട്. ആ മനുഷ്യൻ നമ്മളോട് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. 2011 അദ്ദേഹം ആഗസ്റ്റ് മാസത്തിലാണ്, ഈ സമയത്താണ് അദ്ദേഹം റിപ്പോർട്ട് കൊടുത്തത്. ആഗസ്റ്റ് മാസത്തിലെ റിപ്പോർട്ടിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞു, കേരളമേ നിങ്ങൾ സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത്
ഇനി ലോകാവസാനം വരെ ദുരന്തങ്ങളായിരിക്കും. സഹ്യപർവ്വതം പൊട്ടിത്തെറിച്ച് നിങ്ങളുടെ തലയിൽ വീഴാൻ പോവുകയാണ് എന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു. ആ പറഞ്ഞതിന് നമ്മൾ കേട്ടില്ല. മാധവ് ഗാഡ്ഗിൽ ഏതോ ഒരു മൂരാച്ചി, നമ്മുടെ ഇവിടെ മരത്തിനെ കെട്ടിപ്പിടിക്കുന്ന ചില ഫാഷൻ ഷോ പാർട്ടികളുണ്ടല്ലോ, അതുപോലത്തെ ഒരു പ്രകൃതി സ്നേഹിയാണെന്ന് അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചു ജനങ്ങൾ. അദ്ദേഹം അങ്ങനെയല്ല, ജീവിതം പ്രകൃതിയോട് അർപ്പിച്ച ഒരാളാണ്. രാവിലെ ഉണരുമ്പോൾ കിളികളുടെ ശബ്ദം ഏതൊക്കെയാണ് കേൾക്കുന്നത് അദ്ദേഹം നോക്കും. ഏതൊക്കെ ഇലകൾ ശബ്ദിക്കുമ്പോഴാണ് ഈ ലോലമായ ശബ്ദം ഉണ്ടാകുന്നത് അദ്ദേഹം നോക്കും. ആകാശത്ത് എന്താണ് ഇപ്പോൾ പ്രകാശത്തിനൊരു വ്യത്യാസം വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം നോക്കും. കളകള നാദത്തോടു കൂടി ഒഴുകുന്ന നദി എന്തുകൊണ്ട് ശബ്ദം കൂട്ടി വരുന്നു എന്ന് അദ്ദേഹം, അതായത് പ്രകൃതിയുടെ സ്പന്ദനം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിയുടെ സ്പന്ദനം അറിയുന്നവൻ മാത്രമാണ് ഈ പ്രകൃതി ജീവിക്കാൻ യോഗ്യൻ. അല്ലാത്തവന് പ്രകൃതി എടുത്തുകൊണ്ട് പോകും. പ്രകൃതിയുടെ ശക്തി വളരെ വലുതാണ്. ഓക്കെ, അതാണ് നമ്മൾ പണ്ടേ നമ്മുടെ പുരാണങ്ങളിൽ പറഞ്ഞു, പഞ്ചഭൂതങ്ങളുടെ ശക്തി ഭയങ്കരമാണ്. വായു, ഭൂമി, വെള്ളം, ആകാശം, ഇതെല്ലാം നമ്മുടെ സ്പേസ്, ഇതെല്ലാം തന്നെ നമ്മുടെ അതിഭയങ്കരമായ ശക്തിയാണ്. ആ ശക്തിയെ നമ്മൾ നേരിടാൻ പോയി കഴിഞ്ഞാൽ, അതിനെ പരീക്ഷിക്കാൻ നിന്നാൽ അത് തരുന്ന ഇടി എന്ന് പറയുന്നത്, ഏതൊരു ആക്ഷനും തുല്യവും വിപരീതമായ പ്രതിപ്രവർത്തനം ഉണ്ടാവും നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ ന്യൂട്ടൺ തിയറിയേക്കാൾ വലിയ തിയറി പ്രകൃതി, അത് അദ്ദേഹം പ്രകൃതി എന്ന് പറഞ്ഞതാണ്. ഇത് പ്രകൃതിയുടെ അലംഘനീയമായ ഒരു സത്യമാണ്. ഈ സത്യം നമ്മൾ മറന്നാൽ പോയി. ഓക്കെ, അപ്പം നമ്മൾ അദ്ദേഹം 3 സോണായിട്ട് മാധവ് ഗാഡ്ഗിൽ തിരിച്ചു. E1 എക്കണോമിക്കലി സെൻസിറ്റീവ് 1, എക്കോളജിക്കലി സെൻസിറ്റീവ് 1, എക്കോളജിക്കലി സെൻസിറ്റീവ് 2, 3. അതിൽ എക്കോളജിക്കലി സെൻസിറ്റീവ് 1 142 താലൂക്കുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ദുരന്തങ്ങളും ആ താലൂക്കുകളിലാണ് വന്നിരിക്കുന്നതാണ്. അദ്ദേഹം പറഞ്ഞ 142 താലൂക്കിൽ പെടുന്ന സ്ഥലങ്ങളിലാണ് ഇപ്പോൾ പോലും ദുരന്തങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം 15 വർഷം മുമ്പേ പറഞ്ഞത്, ഇപ്പോൾ 16 അടി ഇതിനുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് നമ്മൾ ഓർക്കണം. വയനാടിന്റെ കാര്യം അദ്ദേഹം ഉൾപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ഒട്ടേറെ ഇടുക്കിയിലെ പല പ്രദേശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ അദ്ദേഹം എക്കണോമിക്കലി സെൻസിറ്റീവ് എന്ന്, എക്കോളജിക്കലി സെൻസിറ്റീവ് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, മൈനിങ് നിങ്ങൾ നടത്തരുത്, അവിടെ നിങ്ങൾ എക്കണോമിക് ആക്ടിവിറ്റീസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത്, അത് പ്രകൃതിക്ക് വിടണം, പ്രകൃതി നമ്മളെ ബാലൻസ് ചെയ്ത് നമുക്ക് കിട്ടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാർബൺ ഡൈ ഓക്സൈഡിനെ ഓക്സിജൻ ആക്കി നമുക്ക് തിരിച്ചു തരുന്നത് ഈ പ്രകൃതിയാണ്. അതിന് കുറച്ച് സ്ഥലം നമ്മൾ വിട്ടുകൊടുക്കണം. നമുക്ക് 23% ഫോറസ്റ്റ് ഉണ്ടെന്നോ 20% വരെ ഇപ്പോൾ ഉണ്ടെന്നുള്ളതാണ് കണക്ക്. പക്ഷേ സത്യം പറഞ്ഞാൽ 12% പോലും ഫോറസ്റ്റ് ഇല്ല എന്നുള്ളതാണ്. കയ്യേറി നമ്മൾ തീർത്തിരിക്കുകയാണ്. ഇത് പ്രകൃതിയുടെ ബാലൻസിനെ തകർക്കുന്നു. സഹ്യപർവ്വതം പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞതിന് കാരണമുണ്ട്. ഒരു കെട്ടിടത്തിന്റെ ബേസ്മെന്റ് ഇളക്കി മാറ്റിയാൽ ആ കെട്ടിടം നിൽക്കൂ? ആ കെട്ടിടത്തിന്റെ നിലനിൽപ്പ് അതോടുകൂടി തകർന്നു പോവില്ലേ? ഇതുപോലെ സഹ്യപർവ്വതത്തിന്റെ ബേസ്മെന്റ് എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന പാറക്കെട്ടുകളാണ്. ആ പാറക്കെട്ടുകൾ മുഴുവൻ മാധവ് ഗാഡ്ഗിലിന്റെ വാചകത്തിൽ പറഞ്ഞാൽ ഓരോ കിലോമീറ്ററിനും ഓരോ കോറി ആയിട്ട് നമ്മൾ എടുത്തുകൊണ്ട് പോവുകയാണ്. ഇപ്പം തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്ന എങ്ങനെയാണ്, പിന്നെ പാറക്കെട്ടുകൾ ഇരിക്കുന്നിടത്ത് പാറക്കെട്ടിരിക്കുന്ന ഭാഗം മുഴുവൻ ഒരു കുളം പോലെ കുഴിക്കുകയാണ്. അത് നമുക്ക് എന്തെങ്കിലും ഇട്ട് മൂടുക അല്ലെങ്കിൽ കുളമായിട്ട് സൂക്ഷിക്കുകയും ചെയ്യാം. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ മല അത് അപ്പാടെ എടുത്ത് മാറ്റുകയാണ്. പിന്നെ 3500 അടിയുള്ള മലകളുടെ താഴെ അതിന്റെ ബേസ്മെന്റ് ആയിട്ട് വെച്ചിരിക്കുന്ന, പ്രകൃതി വെച്ചിരിക്കുന്ന പാറക്കെട്ടുകളെ, ആ പാറക്കെട്ടുകളെ പൊട്ടിച്ച് നമ്മളിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളം നമ്മുടെ ലക്ഷദ്വീപ് പോലെ ചെറിയ ഐലൻഡ്സ് ആയിരുന്നു, ചെറിയ തുണ്ട് ഐലൻഡ്സ് ആയിരുന്നു. ഈ ഐലൻഡ്സിൽ ചേറ് വന്ന് അടിഞ്ഞ്, സഹ്യപർവ്വതത്തിലെ ചേറ് വന്ന് അടിഞ്ഞ് രൂപപ്പെട്ട് ഉണ്ടായതാണ് ഈ കേരളം എന്ന് പറഞ്ഞ ഭൂഭാഗം. അതാണ് കേരളമാണ് പിന്നെ കേരളമായതെന്നാണ് പറയുന്നത്, ചേറ് വന്ന് അടിഞ്ഞ സ്ഥലം. അപ്പം അങ്ങനെയുള്ള ചെറിയ തുരുത്തുകൾ മാത്രമായി വീണ്ടും നമുക്ക് അവശേഷിക്കാൻ ഇടയായാൽ നമ്മുടെ ഈ നിൽക്കുന്ന 38,500 വരുന്ന സ്ക്വയർ കിലോമീറ്റർ ഇല്ലാതാവും. ഈ സ്ക്വയർ കിലോമീറ്റർ ഏരിയയെ സംരക്ഷിക്കുന്നത് 1,29,037 സ്ക്വയർ കിലോമീറ്റർ വരുന്ന സഹ്യപർവ്വതമാണ്. ഇവിടുന്ന് അങ്ങ് മഹാരാഷ്ട്ര വരെ നീണ്ടു കിടക്കുന്ന ഈ സഹ്യപർവ്വതം സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ കർണാടക, മഹാരാഷ്ട്രയൊക്കെ വെള്ളത്തിലാവും. നിങ്ങൾ നോക്കൂ, അത് തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും അതിവൃഷ്ടിയും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ ദുരന്തം പൂർണ്ണമായും അങ്ങനെ മലയിടിച്ചിൽ കൊണ്ട് ഉണ്ടായതല്ല എന്ന് പറയാമെങ്കിലും, ഇപ്പോഴത്തേത് അതിവൃഷ്ടി കൊണ്ടുണ്ടായതാണെന്ന് പറയാമെങ്കിലും, അതിൻ്റെ ആഘാതം ഉണ്ടാക്കുന്നത് മണ്ണുൾപ്പെടെ എല്ലാം എടുത്തുകൊണ്ട് പോകുന്ന സന്ദർഭം ഉണ്ടാകുന്നത് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരുന്ന പാറക്കെട്ടുകളില്ല.
ഓക്കെ. പ്രകൃതി ദുരന്തങ്ങളെ നമ്മൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മൾ സർക്കാർ പോലും ചെയ്തത് അങ്ങനെയല്ലേ? മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട് പൂഴ്ത്താനായിട്ട് എന്ത് ചെയ്തു? നമ്മൾ കസ്തൂരി മറ്റൊരു രംഗൻ മറ്റൊരു റിപ്പോർട്ട് കൊണ്ടുവന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ എക്കണോമിക് സോൺ 142 താലൂക്കുകളുടെ പിന്നെ ടൗൺഷിപ്പ് ആക്കരുത്, ഹിൽ സ്റ്റേഷൻ ആക്കരുത്, മൈനിങ് നടത്തരുത് എന്ന് പറഞ്ഞത് അവിടെ നമ്മൾ കവർ ചെയ്തു. അപ്പോൾ എക്കോളജിക്കലി സെൻസിറ്റീവ് എന്ന് അദ്ദേഹം പറഞ്ഞതിനെ നമ്മൾ അവഗണിച്ചു. അതിനെ അതിന്റെ ഗ്രേഡ് കുറച്ചു. ഒരു കമ്മീഷൻ പകരം വേറൊരു കമ്മീഷൻ വെച്ചോണ്ട് ഇങ്ങനെയാണല്ലോ നമ്മുടെ എല്ലാ പ്രവൃത്തികളും. അതിന്റെ ഫലമായിട്ട് ഈ റിപ്പോർട്ടുകൾ പലതും ഇത്തരത്തിൽ ഒരു റിപ്പോർട്ടിനെ സർക്കാരിന് വെള്ള പൂശാനാണ് മറ്റൊരു റിപ്പോർട്ട് വരുന്നത്. ഈ റിപ്പോർട്ടുകൾ ഇങ്ങനെ വന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ ദുരന്തങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ 2018 പ്രളയത്തിൽ 483 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക്. കോടിക്കണക്കിന് രൂപയുടെ കൃഷി നശിച്ചു. അതൊരു മാൻമെയ്ഡ് ദുരന്തമായിരുന്നു. ഈ ഡാമുകളിലെ വെള്ളം 90% വരെ ആയിട്ടും കെട്ടിവെച്ചിരുന്നു. കരിമണൽ കർത്ത ആ ഡാം പിന്നെ കരിമണൽ മുഴുവൻ എടുത്തു കഴിയുന്നവരത് വെച്ചിരുന്നു. എടുത്തു കഴിഞ്ഞപ്പോൾ ഇത് തുറന്നു കൊടുത്തു. അപ്പോൾ ടപ്പെന്ന് എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം 35% വരെ ഡാമുകളിൽ വെള്ളമുള്ളൂ. ഇത് അതിവൃഷ്ടിയാണ്. അതെ, അതിവൃഷ്ടി വന്നിരിക്കുകയാണ്. ഓക്കെ. ഇപ്പോൾ ഡാമുകളൊക്കെ ഒഴിഞ്ഞിരുന്നതുകൊണ്ട് അവിടേക്ക് വെള്ളം വന്ന് സ്റ്റോർ ചെയ്തിട്ട് അവിടെ അധികം മഴ പെയ്തില്ല എന്നാണ് പറയുന്നത്. അധികവും പെയ്തത് മറ്റ് ഇപ്പോഴത്തെ ഈ ദുരന്തമുണ്ടായ വൃഷ്ടി പ്രദേശങ്ങളിൽ. അവിടെ എല്ലാം ഗാഡ്ഗിൽ പറഞ്ഞ താലൂക്കുകളാണ് അതെല്ലാം വരുന്നത് അധികവും. ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ മിന്നൽ പ്രളയം, അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടാകുന്നു, അവിടെ നിന്ന് വെള്ളം ഒറ്റയടിക്ക് കുത്തിയൊലിച്ച് വരുന്നു, പ്രളയമുണ്ടാകുന്നു, അത് നേരെ കടലിലേക്ക് പോകുന്നു. പക്ഷേ പണ്ടൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഈ ചതുപ്പ് നിലം, വയലുകളിൽ മുഴുവൻ ജലം സ്റ്റോർ ചെയ്യുമായിരുന്നു. ഇത് ഡാം ഇല്ലെങ്കിലും അവിടെ നിന്ന് ഇത് പതുക്കെയാണ് വരുന്നത്. അതായത് സഹ്യപർവ്വതത്തിൽ മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു സ്പോഞ്ച് എഫക്റ്റ് എന്ന് പറയും. അതായത് ഒരു 1.5 അടി 2 അടി കനത്തിൽ ഈ ചെടികൾ അതിൻ്റെ ഇല എല്ലാം വീണ ഒരു സ്പോഞ്ച് എഫക്റ്റ് ഉണ്ട്. ഈ വെള്ളം വന്ന് സ്പോഞ്ചിലാണ് പിടിക്കുന്നത്. ഈ സ്പോഞ്ചിൽ പിടിച്ചിട്ട് സ്പോഞ്ചിൽ നിന്നാണ് തുള്ളിയായിട്ട് വരുന്നത്. അപ്പം നമുക്ക് മഴ തീർന്നാലും വെള്ളം കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മുടെ 41 നദികളും മഴക്കാലമല്ല വേനൽക്കാലമായാലും നമുക്ക് വെള്ളം തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ഈ സ്പോഞ്ച് എഫക്റ്റ് പോയി. കാരണം നമ്മൾ കാടെല്ലാം വെട്ടി തെളിച്ചു, കാട്ടിലെല്ലാം തോന്നുന്ന പോലെ കയറി ഇറങ്ങി. ഞാൻ അന്തപ്പെട്ടു പോയി. ഒരു ഫോറസ്റ്റ് ഓഫീസർ എന്നെ ഒരിക്കൽ ഡീപ് ഫോറസ്റ്റിൽ കൊണ്ടുപോയത്. എല്ലായിടത്തും ഒരു വീല് പിന്നെ റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഗട്ട് റോഡാണ്, പക്ഷേ ജീപ്പബിൾ റോഡ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അവിടെയെങ്കിലും പിന്നെ മൃഗങ്ങൾ പോലും പേടിച്ചു പോകും. ആ വിധത്തിലാണ് ഇന്റീരിയർ ഫോറസ്റ്റിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ, മന്ത്രിമാരെയും VIP-കളെയും കൊണ്ടുപോകാനായിട്ട്. ഞാനൊരു VIP കൊണ്ട് പോയപ്പോഴാണ് ഇത് കണ്ടത്. എനിക്ക് വേണ്ടി തുറന്നതെന്നല്ല, ആ VIP-ക്ക് വേണ്ടി ഇങ്ങനെ ഒരു ഫെസിലിറ്റി ചെയ്തപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. ഡീപ്പ് ഫോറസ്റ്റിനകത്തേക്ക് വരെ പോകാൻ ജീപ്പുകൾ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെ, ഫോറസ്റ്റ് സംരക്ഷിക്കേണ്ട വനപാലകർ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം മൃഗങ്ങൾ അവിടെ നിന്ന് ചാടി ഇറങ്ങി ഓടും, പ്രകൃതിക്ക് വലിയ കുഴപ്പം വരും. അപ്പം ഈ സ്പോഞ്ച് എഫക്റ്റ് പോയി കഴിഞ്ഞപ്പം പിന്നെ വന്നതെന്താ, അവിടെ ഒഴിക്കുന്ന വെള്ളം 3 മണിക്കൂർ 4 മണിക്കൂർ കൊണ്ട് ഒലിച്ചിങ്ങ് ഇറങ്ങുകയാണ്. അപ്പോൾ ഇറങ്ങുമ്പം നമ്മുടെ പിന്നെ കൺസ്ട്രക്ഷനുകൾ പണ്ട് വയലായിരുന്നിടത്തെല്ലാം നമ്മൾ കൊണ്ട് ഫ്ലാറ്റും വീടും ഒക്കെ വെച്ചിരിക്കുകയാണ്. എൻ്റെ വീട് ഒലിച്ചു പോയേ എന്ന് പറയുകയാണ്. വയലിലല്ലേ താൻ വീട് വെച്ചിരിക്കുന്നത്? അത് കണക്കില്ല. അത് ഞങ്ങൾ പിന്നെ പുതിയ ജിയോ ഇറക്കി ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. ലാൻഡ് നിങ്ങൾ ജിയോയിൽ ലാൻഡ് മാറ്റിയിട്ടുണ്ട്. പക്ഷേ പ്രകൃതിക്കറിയാം ഇത് താഴ്ന്ന സ്ഥലമാണ്, ചതുപ്പ് നിലമാണ്, അവിടേക്ക് വെള്ളം കുത്തിയൊലിച്ച് വരേണ്ടതാണ്. മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം പോകുക എന്നുള്ളത് പ്രകൃതി നിയമമാണ്. ആ നിയമത്തിന് നമുക്ക് തടുക്കാൻ പോകില്ല. അതുകൊണ്ട് വീട് വയ്ക്കും, പണ്ടൊക്കെ ഉള്ളവർ വീട് വയ്ക്കുമ്പോൾ 1 വർഷം കാത്തിരിക്കും. എന്തെന്നറിയാമോ? വസ്തു വാങ്ങിച്ചിട്ട് ആദ്യം അവിടുത്തെ മഴ എങ്ങനെയുണ്ട്, മഞ്ഞ് എങ്ങനെയുണ്ട്, വെയിൽ എങ്ങനെയുണ്ട്, വെള്ളം കിട്ടുമോ, ഇത് കഴിഞ്ഞിട്ട് കിണർ പോലും കുഴിക്കുള്ളൂ. 1 വർഷം കാത്തിരിക്കും. ഇപ്പോൾ 1 മിനിറ്റ് പോലും നമുക്ക് കാത്തിരിക്കും. ഏതെങ്കിലും വസ്തു വാങ്ങിച്ച് ഉടൻ തന്നെ കുഴിയാണെങ്കിൽ അതങ്ങോട്ട് നികത്തുകയാണ്. വയൽ നികത്തി അവിടെ കുറേ കോൺക്രീറ്റ് കൊണ്ടുവന്ന് കെട്ടി നമ്മൾ വീട് വയ്ക്കുന്നു. EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭ വന്ന കാലത്ത് പോലും നമുക്ക് 10 ലക്ഷം ഹെക്ടറോളം ഭൂമി ഉണ്ടായിരുന്നു. അതിൽ 8 ലക്ഷം ഉണ്ടെന്നുള്ളത് നെൽകൃഷി ഭൂമി. 8 ലക്ഷം ഹെക്ടർ നെൽകൃഷി മാത്രം. മറ്റേതെല്ലാം കൂടെ ചെന്നാൽ 20 ലക്ഷത്തിൽ പുറത്തു വരും. നെൽവയലുകൾ മാത്രം തന്നെ ഏതാണ്ട് 10 ലക്ഷം ഹെക്ടറിൻ്റെ അടുപ്പിച്ച് ഉണ്ടായിരുന്നു. ഇന്നത് വെറും 1 something ആയിട്ട് മാറിയിരിക്കുന്നു. ലക്ഷം ഹെക്ടറായിട്ട്. 1 ലക്ഷത്തിൽ അല്പം കൂടുതൽ ഹെക്ടറുകൾ. അത്രയും തന്നെ പേപ്പറിലേ ഉള്ളൂ, ആക്ച്വൽ ആയിട്ടില്ല. കാരണം ഇത് പലതും വെറുതെ ഇട്ടിരിക്കുകയോ തെങ്ങ് നടുകയോ ഒക്കെ ചെയ്ത് നമ്മൾ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ 1 ലക്ഷം ഹെക്ടറിൽ താഴെയാണ് നമുക്കിന്ന് വയലായിട്ട് പോലും നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വെള്ളം ശേഖരിക്കുന്ന ആ കേന്ദ്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡാം, അല്ലെങ്കിൽ പ്രകൃതി നിർമ്മിത ഡാം ഇല്ലാതായിരിക്കും. ഇപ്പോൾ ഈ വെള്ളം നമുക്കിപ്പോൾ വെള്ളം താങ്ങി നിർത്തുവാനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ നമ്മൾ മണ്ണിട്ട് മൂടി, അല്ലെങ്കിൽ അത് അവിടെയൊക്കെ തന്നെ കോൺക്രീറ്റ് സമുച്ചയങ്ങൾ വന്നു. ഇപ്പോൾ ഈ കുത്തിയൊലിച്ചു പോകുന്ന വെള്ളം വീണ്ടും തടഞ്ഞു നിർത്താനുള്ള മറ്റൊരു
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരു ബണ്ടിൻ്റെ രൂപത്തിൽ ഹൈവേ വരികയാണ്. അതെ. ഹൈവേ നമുക്ക് വേണം, പക്ഷേ അതിൻ്റെ നിർമ്മാണം ശാസ്ത്രീയമായിരിക്കണം. അതാണ് ഞാൻ പറയുന്ന പോയിന്റ്. ഈ ഇതെല്ലാം വെള്ളം കടന്നു പോകുന്ന ഒട്ടേറെ 200ഓളം പോയിന്റ്സ് ഉണ്ട് കേരളത്തിൽ, ഏരിയകളുണ്ട് കേരളത്തിൽ. അവിടെയൊക്കെ തന്നെ ഇത്തരത്തിൽ കെട്ടിയടയ്ക്കുന്ന രീതിയിലുള്ള നിർമ്മാണങ്ങൾ വന്നാൽ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവും. തീർച്ചയായിട്ടും അതവിടെ എന്ന് വെച്ചാൽ ഈ 41 നദികളല്ല നമ്മുടെ നദികൾ. അതിന് കൈവഴികളായിട്ട് ഒരുപാട് തോടുകളുണ്ട്. ആയിരക്കണക്കിന് തോടുകളുണ്ട്. ആയിരക്കണക്കിനെന്നല്ല, പതിനായിരക്കണക്കിന് തോടുകളുണ്ട്. ആ, ഈ പതിനായിരക്കണക്കിന് തോടുകൾ നമ്മൾ മൂടി റോഡാക്കി കളഞ്ഞു. ഓക്കെ. അപ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? ഞാൻ പറഞ്ഞ ഈ സ്പോഞ്ച് എഫക്റ്റിൽ നദിയിൽ വരുന്ന വെള്ളം പിന്നെ അവിടുന്ന് നേരെ ചെറു തോട്ടിലേക്ക് പോകുന്നതെല്ലാം നിന്നു. മെയിൻ റിവറിൽ മാത്രമേ ഈ വെള്ളം വരുന്നുള്ളൂ. ഈ വെള്ളം കുത്തിയൊലിച്ച് താഴേക്ക് പോവുകയാണ്. അപ്പോൾ ആ പ്രദേശത്ത് താഴ്ന്ന പ്രദേശത്തുള്ളത് മുഴുവൻ എടുത്തുകൊണ്ടാണ് പോകുന്നത്. അവിടുത്തെ മുഴുവൻ ജനതയും എടുത്തുകൊണ്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ അവിടുത്തെ കെട്ടിടങ്ങളെ എടുത്തുകൊണ്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ മുകളിൽ 10 നില കെട്ടിടമുണ്ടെങ്കിൽ അതിൻ്റെ 3 നിലയും 4 നിലയും വരെ വെള്ളം കയറുന്ന അവസ്ഥ. ഇത്ര ഭീകരമായ അവസ്ഥയിലേക്കാണ് അതെ, നമ്മൾ തീർച്ചയായിട്ടും. എന്തായാലും അങ്ങ് പറഞ്ഞത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന 41 നദികൾ, പിന്നെ 3 നദികൾ വേറെയുണ്ട്. പറയുന്നത്. ഇപ്പോൾ 44 നദികളുണ്ട് കേരളത്തിൽ. ഇത്തരത്തിലുള്ള ഒരു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച ഒരു ഭൂപ്രദേശം. തീർച്ചയായിട്ടും അവിടെയാണ് ഇത്തരത്തിൽ ഉള്ള നിർമ്മാണങ്ങളിലൂടെ, അശാസ്ത്രീയമായ നിർമ്മാണങ്ങളിലൂടെ നമ്മളൊരു ദീർഘവീക്ഷണമില്ലാത്ത രീതിയിലുള്ള ആ, പരിഷ്കാരങ്ങളൊക്കെ നടത്തി പോകുമ്പോൾ ഇങ്ങനെ കൈത, പിന്നെ നമ്മുടെ ഈ കണ്ടൽ കാടുകൾ, ഇതൊക്കെ തന്നെ ഈ നമ്മുടെ മണ്ണിനെയും ഭൂമിയെയൊക്കെ ഒഴുക്കിനെയൊക്കെ ശ്രദ്ധിച്ചിരുന്നു. അതുപോലെ തന്നെ പാറക്കെട്ടുകൾ, ഇതെല്ലാം നമ്മൾ പൊളിച്ചു കളഞ്ഞു. വയലുകൾ ഇല്ലാതായി. അല്ല, നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിൽ എന്ത് പരിഹാരമുണ്ട്? ഇതിപ്പം എന്ത് നടപടി എടുക്കും നമ്മൾ? എങ്ങനെ ഇതിനെ അതിജീവിക്കും? ഇതൊരു പ്രധാനപ്പെട്ട ഒരു തോട്ടാണ്. കാരണം ഇങ്ങനെ മിന്നൽ പ്രളയങ്ങൾ, ക്ലൗഡ് ബേസ്റ്റിംഗ് ഒക്കെ തന്നെ തുടർന്നുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ദുസ്സഹമാവില്ലേ? മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ ആ സെൻസിറ്റീവ് ഏരിയയിൽ ഒരു വിധത്തിലുള്ള മൈനിങ് നമ്മൾ നടത്തരുത്. അത് പാറക്കെട്ടുകൾ പൊട്ടിക്കുന്നതായാലും മറ്റെന്തെങ്കിലും മൈനിങ് ആണെങ്കിൽ പോലും നടത്തിയാൽ തീർച്ചയായിട്ടും സഹ്യപർവ്വതം ഇടിഞ്ഞ് നമ്മുടെ തലയിൽ വീഴും. ഉം, ഉം. പിന്നെ ഇതിന് പരിഹാരം നമുക്കത് ചെയ്യാൻ പറ്റുന്നതല്ല. ഒരു ഡാം പോലെ ഇതിൻ്റെ കുറുകെ പ്രൊട്ടക്ഷനായിട്ട് കിട്ടുക എന്നുള്ളത് അത് മനുഷ്യ സഹജമാണ്, സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ കടലിൽ ഇപ്പം ബണ്ട് കെട്ടുന്നില്ലേ? കടൽ ക്ഷോഭം നേരിടാനായിട്ട് കരിങ്കല്ലിടുന്നു. അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. താൽക്കാലികമായിട്ട് ഒരു ബെനിഫിറ്റ് എന്നല്ലാതെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ കല്ലുകളെല്ലാം ഇടിഞ്ഞു പോയി കടലിൽ ചെന്ന് ചേർന്ന് നശിക്കും. അതെ. അതുപോലെ ആയിരിക്കും നമ്മൾ ഒരു ബണ്ട് കെട്ടിയാലും. പ്രകൃതി കെട്ടുന്ന ബണ്ടെന്ന് പറയുന്നത് ഈ കരിങ്കൽ ബണ്ടുകൾ താഴെ മുഴുവൻ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇത് ജിയോളജിസ്റ്റുകൾ പറയുന്നത് 2.5 ലക്ഷം വർഷമാണ് ഒരു കരിങ്കല്ലാവാൻ. അതായത് മണ്ണ് കുറേ നാളിങ്ങനെ ജാമായിട്ടിരുന്ന് ഒരു പാറയായി രൂപാന്തരപ്പെട്ട് അത് അതികഠിനമായ കരിങ്കല്ലായി മാറുന്നതിന് 2 ലക്ഷം 2.5 ലക്ഷം വർഷങ്ങൾ എടുക്കുകയാണ്. ഇത്രയും വർഷം എടുത്ത സാധനത്തിനെ നമ്മളിപ്പോൾ 2026-ലാണ് ചെയ്യുന്നത്. 2000 വർഷം കൊണ്ട് നമ്മൾ ആടിച്ച് ഭസ്മമാക്കി കയ്യിലെടുത്തിരിക്കുന്നത്. അത് 2000 വർഷം എന്ന് പറയണ്ട, നമ്മുടെ പൂർവ്വരെയൊന്നും കുറ്റപ്പെടുന്നുണ്ട്. വെറും 100 150 അതെ. വർഷത്തിന് താഴെ. ഈ നമ്മളിപ്പോൾ ഈ ചൂഷണം എന്ന് പറയുന്നു, ഇതിനെ നമുക്ക് എങ്ങനെ തടയാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിന് അനുകൂലമായി സംസാരിക്കുന്നവരായിരിക്കും കൂടുതലും. നമുക്ക് നിർമ്മാണം വേണം, വികസനം വേണം, മുന്നോട്ട് പോകണ്ടേ, എന്നും പ്രകൃതി എന്ന് പറഞ്ഞിരുന്നാൽ മതിയോ? ജപ്പാനിൽ എപ്പോഴും ഭൂകമ്പം ഉണ്ടാകുന്നു. അവർ വയ്ക്കുന്ന കൺസ്ട്രക്ഷൻ നമ്മൾ നോക്കണം. പലതിലും ആ ഒരു മിതത്വം അവർ പാലിക്കുന്നുണ്ട്. സെൻസിറ്റീവായ ഏരിയയിൽ അവർ കൺസ്ട്രക്ഷൻ നടത്തുമ്പം അത്തരത്തിലുള്ള കൺസ്ട്രക്ഷനാണ് നടത്തുന്നത്. മറ്റ് പല രാഷ്ട്രങ്ങളിലും നമ്മൾ നോക്കിയാൽ അറിയാം, വെള്ളപ്പൊക്കം ഉണ്ടാകുന്നിടത്തോ അല്ലെങ്കിൽ പ്രത്യേക ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലോ അവർ നടത്തുന്ന കൺസ്ട്രക്ഷനുകൾ അത് അനുയോജ്യമായിരിക്കും. ആ അനുയോജ്യമല്ലാത്ത കൺസ്ട്രക്ഷനുകൾ നടത്തുമ്പോൾ അതിനാണ് നമ്മുടെ കോർപ്പറേഷനുകളും നഗരസഭകളും ഒക്കെ എക്സ്പേർട്ടുകളെ വെച്ചിരിക്കുന്നത്. വലിയ എഞ്ചിനീയർമാരാണ് അവിടെ ഇരിക്കുന്നത്. അവർക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയുകയും ചെയ്യാം. പക്ഷേ അവർ ഒന്നുകിൽ മോളിൽ നിന്നുള്ള പ്രഷർ അല്ലെങ്കിൽ താഴെ നിന്നുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടറുടെ പ്രഷർ, അവർക്ക് പോക്കറ്റിൽ ഇട്ട് കൊടുക്കുന്നത് വരുമ്പോൾ അവർ മാറുന്നത് ഉള്ള പ്രഷർ. അപ്പോൾ താഴെ നിന്നും മോളിൽ നിന്നും പ്രഷർ വരുമ്പോൾ പല നമ്മുടെ എക്സ്പേർട്ടുകളല്ലാതാകുന്നു. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ അറിയാം. അതൊക്കെ അറിയാത്തതൊന്നുമല്ല. എന്തായാലും ഇപ്പോൾ തന്നെ കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ വളരെ ശക്തിയേറിയ പ്രളയങ്ങൾ, മിന്നൽ പ്രളയങ്ങൾ, മേഘവിസ്ഫോടനങ്ങൾ, ഇതെല്ലാം തന്നെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പകച്ചു നിൽക്കുകയാണ്. അങ്ങ് ബഹിരാകാശത്ത് വരെ പോയി വലിയ വിജയങ്ങൾ നേടിയെടുത്ത നമ്മൾ ഈ പ്രകൃതിക്ക് മുൻപിൽ പകച്ചു നിൽക്കുകയാണ്. അപ്പോൾ തന്നെ അറിഞ്ഞുകൊള്ളുക എത്രത്തോളം പവർഫുള്ളാണ് പ്രകൃതി, അങ്ങോട്ട് കളിക്കാൻ പോകരുത് എന്ന്. എന്തായാലും ഈ വാക്കുകളൊന്നും തന്നെ ആരുടെയും ഉള്ളിലേക്ക് കടന്നു പോകണം എന്നില്ല. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ ഈ രീതികളൊക്കെ തന്നെ മാറ്റേണ്ടി വരും. നമ്മൾ പ്രകൃതിക്ക് കൂടുതൽ ഇണങ്ങി നമ്മൾ ജീവിക്കാൻ തുടങ്ങേണ്ടി വരും.
ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം. അഡ്വക്കേറ്റ് വേണുഗോപാൽ MS പറഞ്ഞതുപോലെ നമ്മുടെ സഹ്യൻ മാത്രമല്ല, പ്രകൃതിയുടെ എല്ലാ കോട്ടകളും തകർന്ന് തരിപ്പണമാകും. അതിനൊപ്പം തന്നെ ഇല്ലാതാകാൻ പോകുന്നത് മാനവരാശിയാണ് എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. പക്ഷേ അതിനൊക്കെ തന്നെ നൂറ്റാണ്ടുകളും ആയിരക്കണക്കിന് വർഷങ്ങളും വേണ്ടി വന്നേക്കും. പക്ഷേ ഓരോ വർഷം കഴിയും തോറും ഇത്തരത്തിൽ പ്രകൃതി ദുരന്തങ്ങളുടെ എണ്ണവും തീവ്രതയും കൂടും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. നമ്മൾ തന്നെയാണ് അതിനുള്ള ഉത്തരവാദികൾ എന്നുള്ള കാര്യവും തിരിച്ചറിയുക. അത് ഉൾക്കൊള്ളുക. തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ അത് ഉൾക്കൊള്ളാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നുള്ളതാണ് സത്യം. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം അവസാനിപ്പിക്കുമ്പോൾ മാധവ് ഗാഡ്ഗിലിന് ഒരിക്കൽ കൂടി ഒരു അശ്രുപൂജ അർപ്പിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് മുന്നിൽ ഒരു കണ്ണീർ പ്രണാമം അർപ്പിക്കുന്നു, മാപ്പപേക്ഷിക്കുകയാണ്. മലയാളികൾ അദ്ദേഹത്തെ ജീവിച്ചിരുന്നപ്പോൾ വല്ലാതെ പീഡിപ്പിച്ചു മാനസികമായി. അദ്ദേഹത്തെ എല്ലാ മോശം പദപ്രയോഗങ്ങളും ഉപയോഗിച്ച് ആക്രമിച്ചു. അതിന് മാപ്പ്. നമസ്കാരം.